പാതി നോമ്പിന്റെ ദിവസങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ദേവാലയത്തിന്റെ മധ്യത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന കുരിശ് സ്ലീബ തന്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന ആഴപ്പെട്ട ബോധ്യങ്ങളിലേക്ക് സഭയുടെ മക്കളെ നയിക്കുകയാണ്. വലിയ നോമ്പിന്റെ വലിയ ദിവസങ്ങൾ പിന്നിട്ട് യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ സംഭവങ്ങളിലേക്ക് ആ ധ്യാനപൂർവം സഭ കടക്കുവാൻ പോവുകയാണ്. ഈ നാളുകളിലൊക്കെ നാം അനുഭവിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നാം ചിന്തിച്ചു വന്ന കാലഘട്ടങ്ങളെക്കാൾ അപ്പുറമായി വ്യത്യസ്തതയാർന്ന യുവതലമുറയുടെ കൂടെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നാം. ആഴത്തിൽ ദൈവത്തെ തിരിച്ചറിയുവാനും ദൈവിക മർമ്മങ്ങളിൽ അടിയുറച്ച വിശ്വാസ ജീവിതം തുടരുവാനും ഈ നോമ്പിന്റെ ദിനങ്ങളിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ ബൈബിൾ കൺവെൻഷൻ നമ്മെ സഹായിച്ചു വരുമ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിനെ അറിയുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നടന്നെടുക്കുവാൻ പരിശുദ്ധാത്മ പ്രേരിതമായ ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഈ സന്ധ്യയിൽ നിങ്ങളോട് അറിയിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ സന്ധ്യയിലെ വചന ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നതായ വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 44-ാം വചനത്തിന്റെ അവസാന ഭാഗമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവന്റെ കെട്ട് അഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. അൺറാപ്പ് ഹിം ആൻഡ് ലെറ്റ് ഹിം ഗോ. നമുക്കേവർക്കും വളരെ സുപരിചിതമായ ദൈവ തിരുവചനമാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറിയ, സഹോദരി മാർത്ത, അവരുടെ സഹോദരൻ ലാസർ, യേശു തുടങ്ങിയവരാണ് ഇവിടെ ഈ വിഷയത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഒരു മരണവാർത്തയെ അറിയുന്ന യേശുവും മരണവാർത്ത അറിയിക്കുന്ന സഹോദരിമാരെയും ഈ വചനത്തിൽ നമ്മൾ കാണുകയാണ്. ദീനം പിടിച്ച് കിടക്കുന്ന മാർത്തയുടെയും മറിയയുടെയും സഹോദരൻ ലാസറിന് സൗഖ്യം ലഭിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന സഹോദരിമാർ ആളയച്ച് യേശുവിന്റെ അടുക്കൽ അവരുടെ കുടുംബ സ്നേഹിതൻ തന്നെ എന്ന് പറയുവാൻ സാധിക്കുന്ന വിധത്തിൽ യേശുവുമായിട്ടുള്ള ഒരു ബന്ധത്തിലുള്ള സഹോദരിമാർ ആളയച്ച് യേശുവിനെ വരുത്തി സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രിയനായിരിക്കുന്ന ലാസർ രോഗാവസ്ഥയിൽ അല്ലെങ്കിൽ ദീനമായി കിടക്കുന്നു എന്നറിയുമ്പോൾ യേശു തമ്പുരാൻ ഇങ്ങനെയാണ് പറയുന്നത്: ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്നാണ് പറയുന്നത്. വീണ്ടും ഈ സഹോദരൻ ലാസറിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ദിവസങ്ങൾ എടുത്താണ് കർത്താവ് അവിടെ എത്തുന്നത്. എന്നാൽ യേശു എത്തുമ്പോഴേക്കും ലോകത്തിൽ നിന്ന് വേർപെട്ട് നിദ്ര പ്രാപിച്ച ലാസറിന്റെ ചിത്രമാണ് പിന്നീട് നാം കാണുന്നത്. സഹോദരിമാർ യേശു ലാസറിന്റെ അടുക്കിലേക്ക്, അല്ലെങ്കിൽ സഹോദരിമാരായ മറിയയുടെയും മാർത്തയുടെയും അടുക്കിലേക്ക് വരുമ്പോൾ
ഇവിടെ അവർ പറയുന്ന രണ്ടുപേരും ഒരുമിച്ച് അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പറയുന്ന വാക്കുകൾ ഒന്ന് തന്നെയാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാണ് ഇവർക്ക് രണ്ടുപേർക്കും പറയുവാനുണ്ടായിരുന്നത്. എന്നാൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു ചുവടുവെപ്പ് യേശുതമ്പുരാൻ നടത്തി. 4-ാമത്തെ ദിവസം മരണപ്പെട്ടിരിക്കുന്ന ലാസറിന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ കബറിങ്കിലേക്ക് കടന്നു വരുന്ന യേശുതമ്പുരാൻ ഉള്ളുനൊന്ത് കരയുവാൻ ഭാവിക്കുന്ന യേശുതമ്പുരാനെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരിമാരുടെ കരച്ചിലും മാത്രമല്ല, അവളോടുകൂടെ കൂടെയിരുന്നതായ യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട് യേശുതമ്പുരാന്റെ ഹൃദയം കലങ്ങി നൊന്തു എന്നാണ് വചനം പ്രതിപാദിക്കുന്നത്. യേശുതമ്പുരാൻ കണ്ണുനീർ വാർത്തു എന്നും ഇവിടെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉള്ളം നൊന്ത് നിൽക്കുന്ന യേശുതമ്പുരാൻ കല്ലറയുടെ വാതിക്കൽ എത്തുകയാണ്. അവിടെ കൽപ്പിക്കുകയാണ്, ഈ കല്ല് നീക്കുവിൻ. നാറ്റം വെച്ച് തുടങ്ങിയ സഹോദരന്റെ കല്ലറ വാതിക്കൽ കല്ല് നീക്കുവാൻ പറയുമ്പോൾ 4 ദിവസമായി എന്നൊക്കെയും അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ യേശുതമ്പുരാൻ അതിൻ്റെ 40-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്നാണ്. പിന്നീട് യേശുതമ്പുരാന്റെ പ്രാർത്ഥനയാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. തമ്പുരാൻ മേലോട്ട് നോക്കി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചുവെന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരും വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ലാസറേ പുറത്ത് വരിക. ഉറക്കെ വിളിക്കുന്നതായ യേശുതമ്പുരാൻ. പിന്നീട് 44-ാം വാക്യമാണ് നാം കുറിവാക്യമായി വായിച്ചത്. അവിടെ കാണുന്നത്, ലാസറേ പുറത്തു വരിക എന്ന് വിളിക്കുമ്പോൾ അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നത് കൊണ്ട് അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് പറഞ്ഞ് ലാസറിന് പുതുജീവൻ നൽകുന്ന സംഭവമാണ് നാം അന്ന് മനസ്സിലാക്കുന്നത്. അവന്റെ കെട്ടുകൾ അഴിക്കുവീൻ, അവൻ പോകട്ടെ. ഗ്രീക്ക് വേർഡാണ് ലാസറസ് എന്ന് പറയുന്നത്. ലാസറസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം സഹായിക്കുന്ന മനുഷ്യൻ, ദൈവം സഹായിച്ചു എന്നൊക്കെ അർത്ഥമാക്കുന്നുണ്ട്. പുതിയ നിയമം പരിശോധിക്കുമ്പോൾ 2 ലാസർ എന്ന് പേരുള്ളവരെ കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ ഉമയിലെ ഒരു കഥാപാത്രമാണ് ധനവാനും ലാസറും എന്ന് പറയുന്നത്. രണ്ടാമത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇപ്പോൾ ചിന്തിച്ചു വരുന്ന മാർത്തയുടെയും മറിയയുടെയും സഹോദരൻ. ഉപമകളിൽ പ്രസ്താവിക്കപ്പെടുന്ന ഏക നാമമാണ് ലാസർ എന്ന് പറയുന്ന പേര്. യേശുതമ്പുരാൻ ഉയർപ്പിച്ച 3 വ്യക്തികൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് യായിറോസിന്റെ മകൾ, 2 നയീനയിലെ വിധവയുടെ മകൻ, 3-ാമതായി മാർത്ത മറിയയുടെ സഹോദരൻ ലാസർ. ഈ 3 വ്യക്തികളിൽ പേരെടുത്ത് പറയുന്നത് ലാസറിന്റെ പേര് മാത്രമാണ്. ലാസറിന്റെ ഉയർപ്പ് 4 സുവിശേഷങ്ങളും നാം പരിശോധിക്കുമ്പോൾ കർത്താവിന്റെ ചരിത്രം അവിടെ വിവരിച്ചിട്ടുണ്ട്. മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രതിപാദന ശൈലിയിലാണ് യോഹന്നാൻ ഇവിടെ ഈ വചനങ്ങൾ അറിയിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്
ആദ്യ അധ്യായത്തിലെ മുഖവര കഴിഞ്ഞതിന് ശേഷം ഓരോ അധ്യായവും ഓരോ അടയാളത്തോടു കൂടിയോ സംഭവത്തോടു കൂടി ആരംഭിച്ച് അതിൻ്റെ അന്തർ സത്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വ്യത്യസ്തത യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഫാമിലി ഹിസ്റ്ററി നോക്കുമ്പോൾ ഭവനാംഗങ്ങളായിരിക്കുന്ന ലാസർ, മാർത്ത, മറിയ, അവരുടെ ചുമതലകൾ വ്യത്യസ്തമാണ്. ഇവിടെ നാം കാണുന്ന ഈ ലാസറിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ ഈ സന്ധ്യയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, രോഗിയായ ലാസർ. ഇതിനെ ഒരു വ്യത്യസ്തമായ അർത്ഥങ്ങളിലേക്ക് നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. രോഗിയായ ലാസർ എന്ന് പറഞ്ഞാൽ അതിനെ പരിശുദ്ധ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ ആഴത്തിൽ ദൈവത്തെ സ്നേഹിക്കാനുള്ള ചിന്തകളാണ് സഭ നൽകുന്നത്. പാപവും പാപസാഹചര്യങ്ങളെയും വിട്ട് ഒരു വിശുദ്ധിയിലേക്ക് വളരുവാനുള്ള ആഹ്വാനം ഈ നാളുകളിൽ സഭ നൽകുമ്പോൾ ഞാൻ നിങ്ങളുമായി ഇന്ന് ചേർത്ത് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് രോഗിയായ ലാസർ എന്ന് പറഞ്ഞാൽ പാപ രോഗത്തിൽ വീണുപോയ നമ്മുടെ അവസ്ഥകളെ കുറിച്ചാണ്. ആത്മീകരെന്ന് വിശേഷിപ്പിക്കുന്നുവെങ്കിലും ഇന്ന് ആത്മീകതയുടെ പരിവേഷങ്ങൾ അണിഞ്ഞ ക്രിസ്തീയ സമൂഹം, എന്നാൽ എവിടെയൊക്കെയോ പാപത്താൽ അതിൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ട് വീണുപോയ മനുഷ്യന്റെ ചില ഭാവങ്ങളെ രോഗിയായ ലാസറിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അതായത് ആത്മീക അന്ധത ബാധിച്ച ഒരു സമൂഹമായി ചിലയിടങ്ങളിൽ മാറ്റപ്പെട്ടു പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം തെറ്റുകൾക്ക് നേരെ കണ്ണുകൾ അടച്ചുപിടിക്കുന്ന, മറ്റുള്ളവരുടെ തെറ്റുകളെ പർവ്വതീകരിക്കുന്ന ഒരു സംസ്കാരത്തിലേക്കൊക്കെയും നാം ഇന്ന് വീണുപോയിരിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വചനം നാം പരിശോധിക്കുമ്പോൾ ഇപ്രകാരം അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനുമില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന ഈ തിരുവചനത്തിലൂടെ നാം പരിശോധിക്കുമ്പോൾ അകന്നുപോകുന്ന, പാപം മൂലം അകന്നുപോകുന്ന ദൈവ തേജസ്സിൽ നിന്നും ദൈവാനുഭവത്തിൽ നിന്നും വിട്ടകന്ന് നിൽക്കുന്ന ഒരു ജനതയുടെ ചിത്രമാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ റോമാവിശ്വാസികൾക്ക് എഴുതുമ്പോൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ റോമാലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന ദൈവ തേജസ്സിനെ മനുഷ്യകുലത്തിലേക്ക് മടക്കി നൽകുവാൻ തക്കവണ്ണം ഇറങ്ങിപ്പുറപ്പെട്ടവനായ യേശു തമ്പുരാൻ. എന്താണ് പാപാവസ്ഥയെന്ന് നാം ചിന്തിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം, കൃപ, വിശുദ്ധി, കരുണ, മഹത്വം ഇവയെല്ലാം അവഗണിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അതൊരു പാപാവസ്ഥയെന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കും. ദൈവസ്നേഹത്തെ നിന്ന് അകലുന്ന, ദൈവകൃപയിലെ നിന്ന് അകലുന്ന, വിശുദ്ധിയും കരുണയും നിന്നും മാറി നിൽക്കുന്ന അവസ്ഥയെ പാപാവസ്ഥ എന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കും. ദൈവകൽപ്പനയുടെ അനുസരണം ഏറ്റവും നമ്മെ ഉദാത്തമായ ദൈവിക ഭാവങ്ങളിലേക്ക് നയിക്കുമെങ്കിലും ദൈവത്തോടും സഹോദരങ്ങളോടും ഉള്ളതായ സ്നേഹബന്ധത്തെ തകർക്കുന്ന അവസ്ഥയാണ് പാപമെന്ന് പറയുന്നത്.
ദൈവപ്രമാണങ്ങൾക്ക് വിരുദ്ധമായി മനഃപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തിയെ ഉപേക്ഷ അല്ലെങ്കിൽ പാപമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ദൈവസ്നേഹത്തിൽ നിന്ന് അകലുന്ന അവസ്ഥ, മനഃപൂർവ്വം ദൈവപ്രമാണങ്ങളെ അവഗണിക്കുന്ന അവസ്ഥ, ഇതാണ് മനുഷ്യകുലത്തിന്റെ പാപാവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ചൊല്ലുന്നു, 32-ാം സങ്കീർത്തനം 5-ാം വാക്യം: എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല, അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. സങ്കീർത്തനക്കാരൻ ഗീതങ്ങളിലൂടെ ആലപിക്കുന്ന ഓരോ കാര്യങ്ങളിലും ദൈവ കരുണ തേടുന്ന, പാപക്ഷമ ലഭിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്ന സങ്കീർത്തനക്കാരനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചതില്ല, അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ഒരു തുറന്ന മനസ്ഥിതിയാണ്, ഒരു പുതിയ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിന്റെ പാപത്തിൽ നിന്നുള്ള അകൽച്ചയ്ക്ക് കാരണമായി തീരേണ്ടത്. നാം പാപം ചെയ്യുന്നു, ആ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അത് നമുക്ക് ക്ഷമയായി തീർന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാവേണ്ടത്. 1 യോഹന്നാൻ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വചനം ഇങ്ങനെ അറിയിക്കുന്നു: നമുക്ക് പാപം ഇല്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലാതാകും. നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള എൻ്റെ ബോധ്യങ്ങളിൽ നിന്നും, ആ തിരിച്ചറിവിൽ നിന്നും തമ്പുരാനിലേക്കുള്ള അകലത്തെ കുറച്ചുകൊണ്ട് തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ ലഭിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്കാണ് ഈ സന്ധ്യയിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. എബ്രായ ലേഖനത്തിൽ കാണുന്നുണ്ട്, കരുണ ലഭിക്കുവാനും തത്സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാം. വാസ്തവത്തിൽ ദൈവമാകുന്ന, ദൈവസിംഹാസനമാകുന്ന ആ അനുഭവത്തിലേക്കുള്ള ഒരു അടുക്കലാണ്, ഒരു യാത്രയാണ് വാസ്തവത്തിൽ ഈ നമുക്ക് ഉണ്ടാവേണ്ടത്. മറവിയാണ് പാപമെന്ന് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുടയെടുക്കാൻ മറന്നു, ഒരു മഴക്കാലത്തിൽ കുടയെടുക്കാൻ മറന്നു എന്ന് പറയുമ്പോൾ ആ പറയുന്ന അർത്ഥമല്ല ഇത്. നാം ദൈവത്തിന്റെ ഓമന മക്കളാണെന്നുള്ള സത്യം മറന്നു പോകുന്നതാണ് നാം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥകൾ. അതുകൊണ്ട് തന്നെ നാം ആരാണെന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിയുന്ന വേളയിൽ തന്നെ നമ്മെ സ്നേഹിക്കുന്ന പരമപിതാവിനോടുള്ളതായ അകൽച്ചകളെ മാറ്റിമറിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും സുന്ദരമായി തീരും. ധൂർത്തപുത്രന്റെ കഥ നമുക്കറിയാവുന്നതാണ്. സ്നേഹസമ്പന്നനായ പിതാവിനെ മറന്ന് ഇറങ്ങി അവൻ്റെതായ ഇഷ്ടങ്ങളിലൂടെ ഒക്കെ നടന്നു നീങ്ങി പന്നിക്കൂട്ടിലേക്ക് ചെന്നെത്തുന്ന ധൂർത്തപുത്രൻ. സുബോധം വന്നപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു അപ്പന്റെ സ്നേഹം. അവന്റെ ഭവനത്തിൽ അപ്പൻ സ്നേഹിക്കുന്ന അനേകം ആളുകളുണ്ടെന്നുള്ള തിരിച്ചറിവും ആ നിയോഗത്തെക്കുറിച്ചുള്ള ബോധ്യവും ധൂർത്തപുത്രനുണ്ടായി. അവൻ മടങ്ങി പിതാവിന്റെ അടുക്കിലേക്ക് തെറ്റ് ചെയ്തു പോയി എന്നുള്ള സമ്മതത്തോടെ പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല.
നിന്റെ ഭവനത്തിൽ കൂലിക്കാരനെ പോലെ എന്നെ ആക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന ധൂർത്തപുത്രനെ ചുംബിച്ച് സ്നേഹിച്ച് വിരുന്നൊരുക്കി കഴിഞ്ഞതിനേക്കാൾ അപ്പുറമായി സ്നേഹത്തോടെ നിലനിർത്തുന്ന സ്നേഹനിധിയായ ഒരു പിതാവിനെ പോലെ മടങ്ങി വരവിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപവും പാപ സാഹചര്യങ്ങളെയും വിട്ട് യഥാർത്ഥ മാനസാന്തര അനുഭവത്തിലൂടെ പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്കുള്ള ആ വലിയ അടുപ്പമാണ് വാസ്തവത്തിൽ നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ ലഭിച്ചിരിക്കുന്നതായ നിയോഗങ്ങളെ മറന്നു പോകുമ്പോൾ അത് പാപമെന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കും. വിശുദ്ധ മലയിൽ നിന്ന് ഇറങ്ങിപ്പോകലാണ് വാസ്തവത്തിൽ പാപം എന്ന് പറഞ്ഞാൽ, ദൈവ ചൈതന്യത്തിന്റെ ആ ഉയർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി മാറുന്ന, നമ്മുടേതായ ഇഷ്ടങ്ങളിലേക്ക് മാറിപ്പോകുന്ന അനുഭവത്തിൽ അതിൽ നിന്ന് മടങ്ങി വിശുദ്ധ മലയിലേക്കുള്ള കയറ്റം ക്രിസ്തീയ ജീവിതത്തെ ഏറ്റവും നന്മയായി ഉപകരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. ഉള്ളിൽ നിന്ന് പാപവും പാപവാസനകളും കടന്നു വരുമ്പോൾ വചനം ഓർമ്മിപ്പിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഒരിക്കലായിട്ട് മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവ സന്നിധിയിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു തമ്പുരാന്റെ ആ വലിയ നിയോഗവും പരസ്യ ശുശ്രൂഷയും. ആത്മാവിനെ ബാധിക്കുന്ന ഈ രോഗം പാപമാണെങ്കിൽ ദൈവസ്നേഹത്തിൽ നിന്നുള്ളതായ പിന്തിരിയിൽ നിന്ന് വ്യത്യസ്തമായി സ്നേഹസമ്പന്നനായ പിതാവിങ്കിലേക്ക് ചേർന്ന് വരുമ്പോഴാണ് ഈ ജീവിതം ധന്യമാകുന്നത് എന്ന് നാം ഓർത്തുകൊള്ളണം. സങ്കീർത്തന ഭാഗം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 95-ാം സങ്കീർത്തനം 8-ാം വാക്യം, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഹൃദയത്തെ കഠിനമാക്കരുത്. ഈ ബൈബിൾ കൺവെൻഷന്റെ പ്രഥമ സന്ധ്യയിൽ രോഗിയായ ലാസറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പാപത്തിന്റെ അനുഭവങ്ങളിലൂടെ, ചെറുതും വലുതുമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മെ കൂടുതൽ ആത്മീക പ്രബുദ്ധതയിലേക്ക് നയിക്കുവാൻ ഇടവരുത്തണമേ എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. പത്രോസിനെ നമുക്കറിയാം. യേശു തമ്പുരാൻ കാൽവരിയുടെ മേടുകളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അകലെയായി അവനെ അനുഗമിച്ചിരുന്നവനാണ്. ഈ പത്രോസിനെ കുറിച്ച് നാം കാണുന്നത് അകലെ നിന്ന് അനുഗമിക്കുന്ന പത്രോസിനെ കുറിച്ചാണ്. പത്രോസിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, തീ കായാനായിട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് തീ കായാൻ പോയത്? അതിന്റെ അർത്ഥം നാം തിരിച്ചറിയണം. ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി അകലെ നിന്ന് യേശുവിനെ അനുഗമിക്കുന്ന പത്രോസ്. എന്തുകൊണ്ടാണ് തീ കായലെന്ന് ചോദിച്ചാൽ, കർത്താവിനേക്കാൾ വില സ്വൽപ്പ സുഖങ്ങൾക്ക് പത്രോസ് കൊടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇത് തന്നെയല്ലേ ക്രിസ്തുവിന്റെ പേരിൽ വിളിക്കപ്പെട്ട നാമും ചില രോഗ അനുഭവങ്ങളിൽ, പാപരോഗത്തിന്റെ അനുഭവങ്ങളിൽ കഴിയുന്നവരല്ലേ? ചിലപ്പോൾ സ്വൽപ്പ സുഖങ്ങൾക്ക് വേണ്ടി കർത്താവിനേക്കാൾ വില ഈ ലോകത്തിന് നാം കൊടുത്തു വരികയല്ലേ? മദ്യപാന അനുഭവങ്ങൾ, അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗങ്ങൾ, വിവിധ തലങ്ങളിലുള്ള ദൈവിക ഇഷ്ടങ്ങൾക്ക് അപ്പുറത്തുള്ള നമ്മുടെ ജീവിതചര്യകൾ, കുടുംബ ബന്ധങ്ങളിൽ ആഴപ്പെടേണ്ട ക്രൈസ്തവ ജീവിതം പേരിനും മാത്രം ഒരു കുടുംബ സാഹചര്യങ്ങളെന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മൾ പ്രഭാതത്തിൽ ഉണരുവാൻ നമ്മിൽ പലരും ക്ലോക്കിൽ അല്ലെങ്കിൽ മൊബൈലിൽ അലാം വെക്കുക പതിവാണ്. ആ അലാം നമുക്ക് തരുന്ന സൂചന നാം എഴുന്നേൽക്കുവാൻ, നമ്മുടെ നിയോഗങ്ങളിലേക്ക് കടന്നു പോകാൻ സമയമായി എന്നുള്ള അറിയിപ്പാണ്.
ഇതുപോലെ ഈ ബൈബിൾ കൺവെൻഷൻ നമുക്ക് നൽകുന്ന ഒരു അലാമാണ്. ഇത് ഏറ്റവും സുപ്രധാനമായ ദിവസമാണ്. ഇത് നമ്മളോട് ദൈവം സംസാരിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് തിരിഞ്ഞു വരാൻ, ടേൺ ചെയ്യാൻ ദൈവം നൽകുന്ന മുന്നറിയിപ്പെന്ന് ഈ സന്ധ്യയിൽ നാം തിരിച്ചറിയണം. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നന്മയെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ലാസർ രോഗിയാണ് എന്ന് പറയുമ്പോൾ ലാസറിനെ പോലെ അതിൻ്റെ ആന്തരികമായ അർത്ഥത്തിൽ രോഗാവസ്ഥയിൽ കഴിയുന്ന നമ്മളെക്കുറിച്ചുള്ള ഒരു തിരിഞ്ഞുനോട്ടം. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. ദൈവം പരിശുദ്ധനാണ്. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിപ്പീനെന്ന് ഇസ്രായേൽ ജനതയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം മോശ മുഖാന്തരം അരുളി ചെയ്യുകയാണ്. തമ്പുരാനെ, യേശുവിനെ അനുഗമിക്കുവാൻ വിളികേട്ടവരായ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യം ഈ സന്ധ്യയിൽ ഉണ്ടാവട്ടെ. ഞാൻ ആയിരിക്കുന്ന എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നമ്മെ ഭരിക്കട്ടെ. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു, ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. നമ്മളുടെ ആത്മ ശരീര മനസ്സുകളെ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ ആ ബോധ്യങ്ങൾ നമ്മെ ഭരിക്കട്ടെ. രോഗിയായ ലാസർ പാപരോഗത്തിൽ വീണുപോയ മനുഷ്യനെ ചിത്രീകരിക്കുന്നുവെന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. രണ്ടാമത്തെ ചിന്ത, 3 ദിവസത്തേക്ക് മരിച്ചവനായ ലാസറിനെ ഇവിടെ നാം കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടവുമായി ചിന്തിക്കുമ്പോൾ ആത്മീക മരണം സംഭവിച്ച ലൗകികമായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രസന്റ് സിൻ ഓഫ് ദ ഹ്യൂമൻ ബീയിങ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്ന പാപാവസ്ഥകൾ. 3 ദിവസത്തേക്ക് മരിച്ച ലാസർ. വെളിപാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതപ്പെടുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു, ഉണർന്ന് കൊള്ളുക. ജീവിച്ചിരിക്കുന്നു എന്നുള്ള പേരല്ല, നീ മരിച്ച അവസ്ഥയിൽ നിന്ന് ഉണരണം എന്നുള്ള ബോധ്യമാണ് വെളിപാട് പുസ്തകത്തിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ധതയിൽ അല്ലെങ്കിൽ ഇരുട്ടിന്റെ അവസ്ഥയിൽ കഴിയുന്നിടത്തു നിന്ന് പ്രകാശ അനുഭവത്തിലേക്കുള്ള മടങ്ങിവരവിനെ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. നാം ആയിരിക്കുന്ന 3 ദിവസങ്ങൾ എന്നൊരു നമ്മുടെ കാലഘട്ടമാണ്. ആയിരിക്കുന്ന പാപ അവസ്ഥയിൽ നിന്നുള്ള ഒരു വിടുതൽ. ഇപ്രകാരം വായിച്ച ഒരു സംഭവകഥ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കട്ടെ. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മദർ തെരേസ കൽക്കട്ടയുടെ ഓരോ മുക്കിനും കോണുകളിലും അറിയപ്പെട്ട ആത്മീക ചൈതന്യം വിടർത്തിയ ഒരു വനിത രത്നമായിരുന്നു. ഒരിക്കൽ മദർ തെരേസ തെരുവീതിയിലൂടെ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് രോഗിയായി അർത്ഥപ്രാണനായ ഒരു മനുഷ്യനെ തെരുവ് കുട്ടികൾ കല്ലെറിയുന്നത് കണ്ടു. കല്ലെറിയുന്ന കുട്ടികളുടെ ആ ആരവത്തിൽ നിന്ന് അവരെ വിടുവിച്ച് ആ രോഗിയായ മനുഷ്യനെ തന്റെ വാഹനത്തിൽ കയറ്റി മദർ തെരേസയും കൂടെയുള്ള കന്യാസ്ത്രീകളും അദ്ദേഹത്തെ അവരുടെ ഹൗസിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വ്രണങ്ങൾ കഴുകി
അദ്ദേഹത്തിന് വെടിപ്പ് കൊടുത്ത് അതിന്മേൽ മരുന്ന് പുരട്ടി ശുശ്രൂഷിക്കുന്ന സമയത്ത് മദർ തെരേസയോട് ആ രോഗാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ മാത്രം എന്നോട് എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്നോട് പെരുമാറിയത്? സമൂഹം എന്നെ അകറ്റുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ ചേർത്ത് പിടിക്കുന്നത്? മദർ തെരേസ ഇങ്ങനെ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അത് യേശുവാണ്. അദ്ദേഹത്തിന്റെ രൂപം ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിങ്ങളിലൂടെ കാണുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും. രോഗിയായ മനുഷ്യന്റെ അവസ്ഥകളിൽ നിന്ന് അവനെ വ്യത്യസ്തനായി മാറ്റി നിർത്താനല്ല, അവനെ ചേർത്ത് പിടിച്ച് ശുശ്രൂഷിച്ച് യേശുവിൻ്റെ മുഖം അവന്റെ മുഖങ്ങളിൽ കാണാൻ, അവനെ ചേർത്ത് പിടിക്കുവാൻ ശുശ്രൂഷിക്കുവാൻ കഴിയുന്നു എന്നുള്ള ആ വലിയ സന്ദേശം ഇവിടെ മദർ തെരേസ രോഗിയായ മനുഷ്യനിൽ നൽകുകയാണ്. സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം എന്നൊക്കെ നാം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ സ്നേഹശൂന്യത എന്ന് പറയുമ്പോൾ പലപ്പോഴും നാം നൽകേണ്ട സ്നേഹത്തിൽ നിന്നും, നാം നൽകി രക്ഷപ്പെടുത്തേണ്ട വ്യക്തികളിൽ നിന്നും ഇന്ന് സ്വകാര്യമായ സന്തോഷങ്ങളിലേക്കും സ്വകാര്യമായ അനുഭവങ്ങളിലേക്കും മാറി നാം ഇന്ന് ചിന്തിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അവരെന്നെ സ്നേഹിക്കാനും അവരിലേക്ക് യേശുവിനെ നൽകുവാനും ഉള്ള വിളി മദർ തെരേസയെ പോലെ എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിന് മാറ്റം വരുത്താൻ നാം ഒരു പ്രഘോഷകരായി മാറണം. നമ്മുടെ ജീവിതചര്യകൾ അതൊരു പ്രഘോഷണമായി സുവിശേഷത്തിൻ്റെതായി മാറണമെങ്കിൽ നാം ആയിരിക്കുന്ന പാപാവസ്ഥകളിൽ നിന്നും ആത്മീക മരണത്തിൽ നിന്നും നാം ഇന്ന് ഉണരേണ്ടിയിരിക്കുന്നു. ഞാൻ ഉണർന്നാൽ എൻ്റെ കുടുംബം രക്ഷയുടെ സന്തോഷം അനുഭവിക്കും. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, അവിടെ നിന്നും ഞാൻ എൻ്റെ ദേശത്തെയും എൻ്റെ ഇടവകയെയും എൻ്റെ സഭയെയും ഉണർത്തുവാൻ സാധിക്കും. പക്ഷേ രണ്ടാമത്തെ ചിന്ത കൺകൂടി ചെയ്യുമ്പോൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, 3 ദിവസത്തേക്ക് മരിച്ചവനായി കിടന്നിരുന്ന ലാസറിനെ പോലെ ഇപ്പോഴും പാപത്തിന്റെ അന്ധകാരത്തിൽ കഴിയുന്നുവെങ്കിൽ അവിടെ നിന്നൊരു ഉണർവ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. 3-ാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ, പുനർജനിച്ചു എങ്കിലും കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന ലാസറിന്റെ ചിത്രം നാം ഓർക്കണം. ലാസറിന്റെ കല്ലറയുടെ വാതിക്കലെത്തി ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ നാറ്റം വെച്ച ലാസർ ജീവനിലേക്ക് പ്രവേശിച്ച് ജീവന്റെ തുടിപ്പുകൾ അവനിൽ നിറയുകയാണ്. ഇതിനെ ഞാൻ നിങ്ങളുമായി ചേർത്ത് വയ്ക്കുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് ബാപ്റ്റൈസ്ഡ് ബട്ട് ഇൻ ബോണ്ടേജ് എന്ന് പറഞ്ഞാൽ, നാമൊക്കെ വിശുദ്ധ മാമോദീസായുടെ റൂസ്മയാൽ മുദ്രയിടപ്പെട്ടവരാണ്, പുതുജീവൻ പ്രാപിച്ചവരാണ്. വിശുദ്ധ മാമോദീസായിലൂടെ വിശുദ്ധ മൂറോൻ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ്. വിളി കേൾക്കുന്നുണ്ട്, എന്നാൽ ലാസറിനെ പോലെ വസ്ത്രത്താൽ മൂടിയിരിക്കുന്ന, ലോകമയമായിരിക്കുന്ന അവസ്ഥ, കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അഴിയാത്ത ചില കുരുക്കുകളിലൂടെ ജീവിക്കുന്ന അവസ്ഥ. കല്ലറ ബന്ധിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ കല്ല് അവിടെ അടച്ചു വെച്ചിരുന്നു. ഈ 3 അവസ്ഥകളെ മാറ്റുമ്പോഴാണ് ലാസർ സത്യത്തിൽ അവൻ യഥാർത്ഥ ലോകത്തിലേക്ക്, ജീവനിലേക്ക് മടങ്ങി വരുന്നത്.
ഇന്ന് ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്നു, സന്തോഷങ്ങൾ സന്താപങ്ങളായി മാറ്റിയിരിക്കുന്നു. ഇവിടെ ലോകവും ലോകസുഖങ്ങളെയും ലോകചിന്തകളെയും ക്രിസ്ത്യാനിയെന്ന് ദൈവപൈതലെന്ന് വിശേഷിക്കപ്പെടുമ്പോൾ തന്നെയും മാറി ചിന്തിക്കുമ്പോൾ ലോകം നമ്മെ മൂടിയിരിക്കുകയാണ്, ലോകമയമായിരിക്കുകയാണ്. അഴിയാത്ത ചില ലോകത്തിന്റെ ചില ബന്ധനങ്ങൾ, കുരുക്കുകളാൽ നാം ഇന്ന് കെട്ടപ്പെട്ടിരിക്കുകയാണ്. ചില പ്രതിസന്ധികൾ ഒരു കല്ല് പോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അടഞ്ഞു നിൽക്കുകയാണ്. ഈ ബന്ധനങ്ങളിൽ നിന്നുള്ള അഴിവാണ് ഈ ബൈബിൾ കൺവെൻഷനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? മാനസാന്തരപ്പെടണം. പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അവബോധം നമ്മിൽ ഉണ്ടാവണം. വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുവാൻ നമുക്കിടയാകണമെങ്കിൽ ഒന്ന്, പാപബോധം നമുക്കുണ്ടാവണം. രണ്ട്, ഹൃദയപൂർവമായ പശ്ചാത്താപം നമ്മിൽ നിന്ന് ഉണ്ടാകണം. പഴയ ജീവിതത്തോടുള്ള വിടപറച്ചിൽ, സത്യവഴികളിലൂടെയുള്ള ജീവിതത്തിൽ ഇനിയുണ്ട്, അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ള ഉറച്ച നിലപാടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പുനഃപ്രതിഷ്ഠ നടക്കുമ്പോഴാണ് യഥാർത്ഥമായ മാനസാന്തര അനുഭവം നമുക്കുണ്ടാവുന്നത്. മനസ്സിന്റെ മാറ്റമാണ് മാനസാന്തരമെന്ന് നാം പറയുമ്പോൾ, മനസ്സ് മാറുമ്പോൾ മനുഷ്യന്റെ ചൈതന്യം വർദ്ധിക്കുമെന്ന് നാം തിരിച്ചറിയുക. മാനസാന്തരം എന്ന് പറയുന്നത് സ്നേഹിക്കുവാനുള്ള കഴിവാണെന്ന് സഖായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. അത്തിയുടെ മുകളിൽ യേശുവിനെ കാണാൻ മാത്രം ആഗ്രഹിച്ച സഖായിയെ അത്തിയുടെ ചുവട്ടിൽ കടന്നു വന്ന് വിളിച്ച് അവന്റെ ഭവനത്തിലേക്ക് കടന്നു എന്ന് ആന്തരികമായ മാറ്റം സംഭവിക്കുന്ന സഖായി എല്ലാം പിടിച്ചെടുത്തത് അതിന് 10 മടങ്ങായി നൽകാമെന്ന് യേശു തമ്പുരാന്റെ മുന്നിൽ അത് സത്യമായും അവതരിപ്പിക്കുമ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ഇതാണ് മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ, സമ്പത്തിനെ കുറിച്ചോ ഭൗതികമായ മറ്റു വിചാരങ്ങളെക്കുറിച്ചുള്ള ചിന്ത വിട്ട് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു പുതിയ പന്ഥാവ് തുറക്കപ്പെടുന്നതാണ് വാസ്തവത്തിൽ സഖായിയുടെ ജീവിതം സമ്പന്നമാക്കിയത്. പാപാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യനെ കുറിച്ച് കൃത്യമായി മനുഷ്യന്റെ വ്യതിയാനത്തെക്കുറിച്ച് പറയുമ്പോൾ റോമാലേഖനം 7-ാം അധ്യായം 24-ാം വാക്യം ഓർമ്മിപ്പിക്കുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്ന് പൗലോസ്ലീഹ ചോദിക്കുന്നുണ്ട്. ഏകമാർഗം യേശുവാണെന്ന് നാം തിരിച്ചറിയണം. പാപിയെ രക്ഷിക്കാനാണ് യേശു കടന്നു വന്നിരിക്കുന്നത്. പൗലോസ്ലീഹ പറഞ്ഞു, പാപികളിൽ ഞാൻ ഒന്നാമനാണ്, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ആണ് നാം ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുന്നത്. പാപിയാണെന്നും പാപാവസ്ഥയിൽ നിന്നുള്ളൊരു മോചനം ലഭിക്കാൻ എന്നെ സഹായിക്കുന്ന ദൈവകരമുണ്ടെന്നുള്ള തിരിച്ചറിവാണ് ഇന്ന് നമുക്കുണ്ടാവേണ്ടത്. അത്തരത്തിലേക്കുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതം സന്തുഷ്ടമാണോ എന്ന് നാം ചിന്തിക്കുക. കൂലിവേലക്കാരനായ ഒരു ചെറുപ്പക്കാരൻ സ്വപ്നം കണ്ടത് നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അദ്ദേഹത്തിന്റെ കൂലിവേലക്കാരനായ മനുഷ്യൻ സ്വപ്നം കാണുമ്പോൾ ഒരു സന്യാസി അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്നതായി കാണുകയാണ്. സന്യാസി ഈ കൂലിവേലക്കാരനായ പാവപ്പെട്ട മനുഷ്യനോട് ചോദിച്ചു, നിനക്ക് സന്തോഷമാണോ? അവൻ മറുപടി പറഞ്ഞു, എന്ത് സന്തോഷം? കൂലിവേലക്കാരനായ എനിക്ക് ഒരു ജോലി കിട്ടിയിരുന്നുവെങ്കിൽ അതെനിക്ക് സന്തോഷമായേനെ. സന്യാസി പറഞ്ഞു, ശരി, നിനക്ക് നല്ലൊരു ജോലി കിട്ടും. അങ്ങനെ പിന്നീട് ആ മനുഷ്യന് ബാങ്കിൽ പിയൂണായി ജോലി കിട്ടി. സന്തോഷമായി അങ്ങനെ കാലം കഴിച്ചു കൂട്ടുകയാണ്. വീണ്ടും 1 വർഷം കഴിഞ്ഞിട്ട്
ഈ സന്യാസി സ്വപ്നത്തിൽ വന്ന് ചോദിച്ചു, നിനക്ക് സന്തോഷമാണോ? അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാനൊരു ബാങ്ക് പിയൂണാണ്, ഒരു ക്ലറിക്കൽ ജോബ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനായനെ. സന്യാസി അനുഗ്രഹിച്ചു, നിനക്ക് ലഭിക്കും. പിന്നീട് അത് ലഭിച്ചു. അദ്ദേഹം ഒരു ബാങ്കിൽ ക്ലർക്കായി ജോലി ചെയ്തു. പിന്നീട് 1 വർഷം കഴിഞ്ഞ് വീണ്ടും ആ സന്യാസി വന്ന് ചോദിച്ചു, നിനക്ക് സന്തോഷമാണോ? എന്നാൽ ആ മനുഷ്യൻ പറഞ്ഞു, എന്ത് സന്തോഷം, ഒരു ക്ലർക്കിന്റെ നിലയ്ക്ക് പറ്റിയ ഒരു വീടോ പണിയാൻ പോലും എനിക്കാവുന്നില്ല. എന്നാൽ സന്യാസി അനുഗ്രഹിച്ചു വിടുമ്പോൾ തനിക്കൊരു ലോട്ടറി നറുക്കിൽ വീണ് പണം ലഭിച്ച് അദ്ദേഹം സന്തോഷത്തോടെ ജീവിക്കുകയാണ്. പിന്നീട് 1 വർഷം കഴിഞ്ഞ് ഈ സന്യാസി വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പിന്നീട് മാനേജറാവുകയും മാനേജറായി ബാങ്കിന്റെ ചുമതലകളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ദിവസം വീണ്ടും സന്യാസി സ്വപ്നത്തിൽ വന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാനേജരായി എന്നുള്ളത് സത്യമാണ്, എല്ലാം ഉണ്ട്, ഒന്ന് മാത്രമില്ല. അതെന്തെന്ന് ചോദിച്ചാൽ സന്തോഷം. സന്തോഷമില്ലാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് നമ്മുടെ ജോലികൾ, നമ്മുടെ ബിസിനസ് മേഖലകൾ, നമ്മുടെ കുടുംബ പാരമ്പര്യങ്ങൾ, വിശ്വാസ പാരമ്പര്യങ്ങൾ എന്നിവയെല്ലാം നമ്മൾ സന്തോഷമെന്ന് പറയുന്നുണ്ടെങ്കിലും അഭിമാനം കൊള്ളുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയാന്തർഭാഗത്തു നിന്നും കുടുംബങ്ങളിൽ നിന്നും സഭാസമൂഹത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഒന്നുണ്ട്. അതിൻ്റെ പേരാണ് സന്തോഷം. സുഖത്തിന് വേണ്ടി നാം പാടുപെടുകയാണ്, പണത്തിന് വേണ്ടി, മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി. കുവൈറ്റിന്റെ മണ്ണിൽ അനേക വർഷങ്ങളായി ജോലിയുടെ മേഖലകളിൽ കഷ്ടപ്പെട്ട് ജീവിത ചര്യകളിലൂടെ അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യർ, എന്നാൽ യഥാർത്ഥത്തിൽ സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നാം ദൈവത്തിൽ ചരിക്കണം, നാം ദൈവത്തിൽ ജീവിക്കണം. ദൈവത്തോട് ചേർന്നുള്ള ഒരു ദൈവാനുഭവത്തിലുള്ള വ്യക്തി ജീവിതം, കുടുംബ ബന്ധം, സഭാജീവിതം ഈ സന്ധിയിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാം ചിന്തിച്ച ഭാഗം, പുനർജനിച്ചുവെങ്കിലും കെട്ടപ്പെട്ട ലാസർ. നാം വിശുദ്ധ മാമോദിസായിലൂടെ ഒരു ദൈവ മകനായി മകളായി ജനിച്ചുവെങ്കിലും ഇപ്പോഴും പാപവും പാപ സാഹചര്യങ്ങളിലും കെട്ടപ്പെട്ടു പോയ അവസ്ഥകളിൽ നിന്ന് മാറ്റം സംഭവിക്കുവാൻ ദൈവം ഈ നാഴികയിൽ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വലിയ ആഗ്രഹത്തിലേക്കും സന്തോഷത്തിലേക്കും മടങ്ങി വരുവാൻ ഈ ചിന്ത നമ്മെ ക്ഷണിക്കുകയാണ്. നാലാമതായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, അവന്റെ കെട്ടുകളെ അഴിപ്പീൻ, അവൻ പോകട്ടെ എന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പുതിയ വഴിത്താര ലാസറിനെ യേശുദമ്പുരാൻ ഒരുക്കുകയാണ്. അവൻ കെട്ടിൽ പിടഞ്ഞു കിടക്കുകയാണ്, റൂമാൽ വിരിച്ചിട്ടുണ്ട്. എന്നാൽ ആ കെട്ടുകളെ അഴിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. യേശുദമ്പുരാൻ ഇവനെ സ്വതന്ത്രനാക്കി ജീവനിലേക്ക് മടക്കി വരുത്തുമ്പോൾ ഇന്ന് പരിശുദ്ധ സഭയിൽ പാപത്തിന്റെ ചില കെട്ടുകളെ, പാപത്തിന്റെ ചെറുതും വലുതുമായ അശുദ്ധിയുടെ മേഖലകളിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഈ സഭയിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ ഉണ്ടല്ലോ. വിശുദ്ധ കുംഭസാരത്തിലൂടെ സഭയൊരുക്കുന്ന ഒരു വലിയ ശുശ്രൂഷ, പാപത്തെക്കുറിച്ച് ബോധ്യം വന്ന് സത്യ അനുതാപത്തോടെ ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു വന്ന് പുരോഹിതന്റെ അടുക്കൽ പാപം മോചിക്കാനും അത് കെട്ടുവാനുമുള്ള അധികാരം പ്രധാന ആചാര്യന്മാരിലൂടെ ഒരു പുരോഹിതനിലേക്ക് കൈവന്ന അധികാരത്തിന്റെ തണലിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരും.
അവിടെയാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം നമുക്കുണ്ടാവുന്നത്. അതാണ് ഒരു കുമ്പസാരത്തിലൂടുള്ള പുനർജനനത്തിൻ്റെ മറ്റൊരവസ്ഥ എന്ന് പറയുന്നത്. അനുതാപത്തോടെ ഹൃദയം നുറങ്ങി വിശുദ്ധ കുമ്പസാരത്തിലൂടെ പുരോഹിതന്റെ അടുക്കൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അതുവരെയുള്ള നമ്മുടെ പാപങ്ങൾ എല്ലാം തുടച്ച് വെടിപ്പാക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. ദൈവവചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും എന്ന് പറഞ്ഞാൽ തൂപ്പിക്കളയും. യഥാർത്ഥമായ ദൈവാനുഭവത്തിലേക്കുള്ള മടങ്ങിവരവ് ഒരു അനുതാപം നമ്മെ നയിക്കുകയാണ്. ദുർമാർഗങ്ങളെ വിട്ടുതിരിയുക, പാപം വിട്ടുതിരിയുക, അനുതപിക്കുക എന്നൊക്കെയും എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അച്ഛൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ധൂർത്തപുത്രനിൽ നിന്നും സ്നേഹസമ്പന്നനായ പിതാവിങ്കിലേക്കുള്ള മടങ്ങിവരവിൽ അദ്ദേഹം പറഞ്ഞു, തന്റെ മകനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇവൻ മൃതനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മൃതാവസ്ഥകളിൽ നിന്നും ഒരു പുതുജീവനിലേക്കുള്ള വഴി തമ്പുരാൻ എന്ന് തുറക്കുകയാണ്. ദൈവവും സഭയുമായി സമൂഹമായി അനുരഞ്ജനപ്പെടാൻ ഈ സന്ധ്യ നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള ഹൃദയ ബന്ധത്തിന്റെ ആഴത്തിന് തടസ്സമായിരിക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ചെറുതോ വലുതുമായ ഏതിൽ നിന്നും പാപത്തിൽ നിന്നും നമ്മെ സ്നേഹിച്ച് ഉന്നതമായ അനുഭവത്തിൽ നമ്മെ നയിക്കുവാൻ ശക്തനായ യേശുവിൻ്റെ പാദപീഠെ നമുക്കെത്താം. നമുക്ക് നമ്മുടെ പാദങ്ങൾ യേശുവിൻ്റെ അരികിലേക്ക് നീട്ടിക്കൊടുക്കാം. കാരണം കർത്താവ് പത്രോസിന്റെ അടുക്കൽ മുട്ടുകുത്തി അവിടെ പാദങ്ങൾ കഴുകി പത്രോസിന്റെ പാദത്തെങ്കിൽ മുട്ടുകുത്തുകയാണ്. വാസ്തവത്തിൽ നമ്മോടും പറയുന്നു, ഇന്ന് ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ മക്കളെ നിനക്കെന്നോട് കൂടി പങ്കില്ല. നമുക്ക് നമ്മുടെ പാദങ്ങൾ യേശുവിൻ്റെ അരികിലേക്ക് നീട്ടിക്കൊടുക്കാം. നമ്മുടെ പാദങ്ങളിൽ വീണുപോയിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് തിരിച്ചറിയാം. അനുസരണക്കേടിന്റെ അനുഭവങ്ങൾ, ജഡീക ആസക്തിയുടെ അനുഭവങ്ങൾ, ദിവ്യാഗ്രഹത്തിന്റെ, അസൂയയുടെ, അലസതക്കുറവിന്റെ, സ്നേഹശൂന്യമായ ഇടപെടലിന്റെ, വ്യാജഭാവത്തിന്റെ, കുത്തുവാക്കുകളുടെയും പിറുപിറുപ്പിന്റെയും അനുഭവങ്ങൾ, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അനുഭവങ്ങൾ, ഞാൻ ശരിയാകണം, എൻ്റേത് മാത്രം ശരിയെന്നുള്ള എൻ്റെ പിടിവാശി, വിമർശന ബുദ്ധി, മത്സരഭാവം, ദയ പ്രകടിപ്പിക്കേണ്ട, കരുണ പ്രകടിപ്പിക്കേണ്ട മേഖലകളിൽ നിന്നുള്ള അകൽച്ചകൾ, സ്വയനീതീകരണം, ക്ഷമ നൽകാൻ കഴിയാത്ത അനുഭവങ്ങൾ, നമ്മെ പിന്തുടരുന്ന ചില മദ്യപാനത്തിന്റെ ലഹരിയുടെയും ഒക്കെയുള്ള ജഡീക ആസക്തികൾ, വഞ്ചന, അവിശ്വാസം, കുടുംബ ബന്ധങ്ങളിലുള്ള അവിശ്വസ്തത, എല്ലാം ദൈവപാദാന്തികെ നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവം നമ്മെ കൂടുതൽ ആത്മീക ശക്തിയിലേക്ക് നിറയ്ക്കുവാൻ ഈ സന്ധ്യ നമുക്ക് ഇടയാകട്ടെ. യഥാർത്ഥത്തിൽ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ കരഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്ത മണ്ണാങ്കട്ട പോലെ ദുർബലനാണ് ദൈവം എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ അനുതാപത്തിന്റെ കണ്ണുനീരുകളെ മുന്നിൽ കരുണ കാണിക്കുന്ന സ്നേഹ സമ്പന്നനായ ദൈവമാണെന്നാണ് വിശുദ്ധ അഗസ്തീനോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ദൈവ ചൈതന്യത്തിലേക്കും മടങ്ങി വരാൻ ഈ ബൈബിൾ കൺവെൻഷന്റെ പ്രഥമ സന്ധ്യ നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവ തിരുവചനത്തിൽ നാം ചിന്തിച്ചതാണ്: അവന്റെ കെട്ടുകൾ അഴിപ്പീൻ, അവൻ പോകട്ടെ.
രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ലാസറിന്റെ ജീവിതം നമ്മുടെ പാപത്തിന്റെ ചില മേഖലകളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇടയാക്കി. എല്ലാ തലങ്ങളിലും പാപം, അതിൽ നിന്നൊരു സൗഖ്യം തേടുവാൻ ഇന്ന് നാം ആഗ്രഹിക്കണം. രണ്ടാമതായി, മരിച്ച് 3 ദിവസം ഖബറിൽ കിടന്ന ലാസറിനെ പോലെ ആത്മീക ബന്ധം നഷ്ടപ്പെടുത്തിയ, ഉണരാത്ത അവസ്ഥ പോലെ ഉറക്കത്തിൽ കിടക്കുന്നത് പോലെ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും, സ്നേഹശൂന്യത അനുഭവങ്ങളിൽ നിന്നും, കഠിനപ്പെട്ട ഹൃദയ അനുഭവത്തിൽ നിന്നും, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിച്ച് സുഖം തേടിയുള്ള യാത്രയിൽ നിന്നും മടങ്ങി വരാൻ, ഒരു പുതിയ ഉണർവുണ്ടാകാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്, മൂന്നാമതായി നാം കണ്ടത്, പുനർജനിച്ചുവെങ്കിലും കെട്ടപ്പെട്ട ലാസർ. വസ്ത്രത്താൽ മൂടപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോകത്താൽ മൂടപ്പെട്ട അവസ്ഥ. കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ചില അഴിയാത്ത കുരുക്കുകൾ, കല്ലറയിൽ ബന്ധനത്തിലായിരിക്കുന്ന ചില കല്ലുകൾ ഇന്ന് ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദൈവചൈതന്യത്തിലേക്ക് മടങ്ങി വരാൻ ദൈവശബ്ദം ഈ സന്ധിയിൽ നമുക്ക് കേൾക്കാം. പഴയതിനെ വിട്ടുപിരിഞ്ഞ് സത്യത്തിന്റെ മാർഗത്തിലേക്കുള്ള വഴി നമുക്ക് കണ്ടെത്താം. നാലാമതായി നാം കണ്ടു, കെട്ടുകളെ അഴിപ്പീൻ, അവൻ പോകട്ടെ. കെട്ടുകളെ അഴിക്കുവാൻ അധികാരമുള്ള പരിശുദ്ധ സഭ ദൈവം നിയോഗിച്ച ആചാര്യൻ പട്ടക്കാരന്റെ മുന്നിൽ യഥാർത്ഥ കുമ്പസാരത്തിലൂടെ പുനർജനനത്തിന്റെ മെഴുകുപോലെ മനസ്സിനെ ഒരുക്കുന്ന, പാപത്തിൽ നിന്നുള്ള വിശുദ്ധിയിലേക്കുള്ള വളർച്ചയിലേക്ക് നമുക്ക് മാറാം. ആ ഒരു ദൈവാനുഭവം നമ്മെ കൂടുതൽ ആത്മീക സമ്പന്നതയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ശിരസ്സുകളെ നമിക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവേന നീണം തന്നു, പാപത്തിൻ കറ പോക്കി. പാവേന നീണം തന്നു, പാപത്തിൻ കറ പോക്കി. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ആരാധന. ഈ ബൈബിൾ കൺവെൻഷന്റെ പ്രഥമസന്ധ്യയിൽ അവിടുത്തെ തിരുവചനം ലാസറിന്റെ പുനർജനനത്തിന്റെ ആ വിവരണത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ സ്പർശിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൈവവചന കേൾവിക്കാരായ നിന്റെ മക്കളിലേക്ക് ഇറങ്ങി വന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ സാമർഥ്യമോ ഞങ്ങളുടെ പ്രതാപമോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി, ഞങ്ങളുടെ ലോകത്തിന്റെ സന്തോഷത്തെക്കാൾ ഉപരിയായി ദൈവ അനുഭവത്തിന് പരിഗണന നൽകുന്ന, പ്രഥമ സ്ഥാനം നൽകുന്ന ഒരു വിശുദ്ധിയിലേക്കുള്ള വളർച്ചയുണ്ടാകണമെന്ന് അവിടുത്തെ തിരുവചനം ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയുണ്ടായല്ലോ. പാപവും പാപ സാഹചര്യങ്ങളും കെട്ടപ്പെട്ട അവസ്ഥകളും പാപത്താൽ ബന്ധിക്കപ്പെട്ട അവസ്ഥകളിൽ നിന്നും കെട്ടുകൾ അഴിയണമെന്നും ഓരോ ദൈവ പൈതലും സ്വതന്ത്രമാകണമെന്നും ഇവിടെ തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ ബോധ്യങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുവേ, ആഴത്തിൽ ഞങ്ങളോട് ഇടപെടണമേ. ആഴത്തിൽ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടുവാനുള്ള പ്രേരണ നൽകി പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ നയിക്കണമേ. ദൈവസ്നേഹത്തിൻ്റെ തണലിൽ ഞങ്ങളെ നിർത്തണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. മറന്നു പോകുന്ന അനുഭവങ്ങളെക്കാൾ ഓർമ്മയുള്ള ഞാൻ ആരാണെന്നുള്ള ബോധ്യത്തിലേക്ക് ഈ സന്ധിയിൽ
ഇന്നു മുതൽ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതം, കർത്താവേ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, ഞാനായിരിക്കുന്ന ഇടവക സമൂഹം, ഞങ്ങളായിരിക്കുന്ന സഭാസമൂഹം വിശുദ്ധിയിലേക്ക് വേർതിരിക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുത്തെ ആത്മാവ് ഓരോ ഹൃദയങ്ങളിലും പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ ദൈവ സ്വാതന്ത്ര്യം അനുഭവിച്ച് നിത്യജീവനിലേക്കുള്ള വഴിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പാപവും പാപ സാഹചര്യങ്ങളെയും വെറുത്ത് യേശുവിനെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ സിയോൻ സഞ്ചാരികളായി ജീവിച്ച് ഈ ലോകത്തെ അങ്ങാക്കിയിരിക്കുന്ന കാലങ്ങളിൽ ജീവിച്ച് ദൈവരാജ്യത്തെ സ്വീകരിപ്പാൻ തക്കവണ്ണം നല്ലവനും വിശ്വസ്തനുമായ ദാസാദാസി എന്നുള്ള വിളി ശേഖരിക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഈ ബൈബിൾ കൺവെൻഷന്റെ ഈ സന്ധിയിലുള്ള ഞങ്ങളുടെ സമർപ്പണത്തെ ഒരു പുനർജനനത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞ സന്ധിയായി തീരുവാൻ അവിടുന്ന് സഹായിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ഊഷ്മളമാക്കണമേ. ജോലിയുടെ മേഖലകളിൽ ദൈവാനുഗ്രഹങ്ങളുടെ പെരുമഴ പെയ്യിക്കണമേ. കർത്താവേ, ഞങ്ങൾ നിനക്കുള്ളവരായി നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം സഹായിച്ച് അനുഗ്രഹിക്കണേ. ബലമുള്ള തൃക്കൈ നീട്ടി വാഴ്ത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു, അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ അനുഗ്രഹീതമായ സന്ധിയിൽ തിരുവചനം കേട്ട് ദൈവത്തെങ്കിലേക്ക് ആഴമായി പ്രതിഷ്ഠിച്ച എല്ലാ ദൈവമക്കളെയും തമ്പുരാൻ തൻ്റെ വലത്തെ തൃക്കൈ നീട്ടി വാഴ്ത്തട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവ തിരുവചനത്തെ ശ്രവിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ നമുക്കൊരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.